ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 2 നോർത്ത് ഇന്ത്യൻ വിഭവം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമുണ്ട്. അതിലൊന്ന് ഹലുവയാണ്. ഈ ഹലുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കോഴിക്കോടൻ ഹലുവ അല്ല, അത് പ്രത്യേകം ഓർക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ ഹലുവയാണ്. സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഹലുവയാണ്. ഈ കോഴിക്കോടൻ ഹലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അത് നമ്മൾ കഴിക്കാൻ വളരെ സുഖമാണ്, പക്ഷെ ഉണ്ടാക്കാൻ ഒത്തിരി പണിയുണ്ട്. അത് മൈദയൊക്കെ പലതവണ വെള്ളത്തിലിട്ട് കഴുകി ഊറ്റിയെടുത്ത് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ. അത് സാധാരണ പ്രൊഫഷണൽ ആൾക്കാർക്കല്ലാണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇനി ഉണ്ടാക്കിയാൽ തന്നെ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ആ ഹലുവ അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് നമ്മുടെ 1 കപ്പ് റവ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ സൂചി എന്ന് പറയും, നമ്മൾ സെമോലിന എന്ന് പറയുന്ന റവയാണ്. പിന്നെ 1/2 കപ്പ് നെയ്യോ അല്ലെങ്കിൽ ഡാൽഡ, ഇതിപ്പോൾ വനസ്പതി ഗീ ഡാൽഡയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1/2 കപ്പ്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാരയുണ്ട്. പിന്നെ 1 കപ്പ് പാലുണ്ട്, 2 കപ്പ് വെള്ളം, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ്, നമ്മുടെ പശു നെയ്യാണ്. പിന്നെ കശുവണ്ടിയുണ്ട് ഒരു 10 എണ്ണം, പിന്നെ റൈസിൻ, നമ്മൾ മുന്തിരിങ്ങ, പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടിയുണ്ട്. ഇത്ര ഐറ്റങ്ങളാണ് ഇതിന് വേണ്ടത്. നമ്മുടെ കടായി ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ നെയ്യ് ഇതിലേക്ക് ഇടാം. നെയ്യെല്ലാം ഡാൽഡയാണ്. ചൂടാവട്ടെ. നമ്മുടെ നെയ്യ് വനസ്പതി ഗീ ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. നമ്മൾ ഇതിനെ നന്നായിട്ട് ഇനി ഇത് വറക്കണം. ഇതിപ്പോൾ ഈ റവ ഇപ്പോൾ റോസ്റ്റഡ് റവയാണ് നമുക്ക് കിട്ടുന്നത്, എങ്കിലും നമ്മൾ ഇതിനൊന്ന് വറക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ, കുറച്ചൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറക്കണം. ഇനി ഫ്ലെയിം കൂട്ടിയിടാം. അപ്പോൾ അത് നമ്മുടെ റവ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് വേറൊരു പണി കൂടി ചെയ്യാനുണ്ട്. നമ്മൾ വെള്ളം, പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കേണ്ടതുണ്ട്. പാല്, ഷുഗർ, പഞ്ചസാര, ഏലക്കാപ്പൊടി, കുറച്ച് മതി. ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ റവയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട്, ഗോൾഡൻ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാൽ മിശ്രിതം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിക്കാം. ഇന്നിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. നമ്മുടെ പാൽ പഞ്ചസാര മിശ്രിതം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇത് റവയിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇതിലേക്ക് തന്നെ വെച്ചു. ചൂടാവട്ടെ. നമ്മുടെ റവ നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മിക്സർ അതിലേക്ക് ഒഴിക്കണം. ഇത് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം. ഇത് തിളച്ച് കയറും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒഴിക്കേണ്ടതുണ്ട്.
2 തവണയായിട്ട് ഒഴിച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് സ്റ്റൗ ഒന്ന് ഡിമ്മറിലിടാം. സിമ്മറിലിട്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാസ് സിമ്മറിലിടുക, സ്റ്റൗ സിമ്മറിലിട്ടിരിക്കുകയാണ്. ഇനിയാണ് ഈ വെള്ളം കുടിച്ച് ഈ റവ ചീർത്ത് വരിക. അപ്പോഴാണ് നമ്മുടെ ഹൽവ ആവുക. പക്ഷേ ഇത് പൊട്ടിത്തെറിക്കും. തീ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ദേഹമൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഒന്നാമത് ഇതിൽ റവയിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഇത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഇനി ഇളക്കേണ്ടതുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ കുറഞ്ഞ് നല്ല ഹലുവ പരുവത്തിലായി വരുന്നുണ്ട്. ഇതാണ് അടി കാണുന്നുണ്ട്, എണ്ണ തെളിയുന്നുണ്ട്. ഇതിലൊരു കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറിലുള്ള ഹൽവ ആകുമ്പോഴാണ് കറക്റ്റ് ആവുക. നമ്മുടെ റവ ഹൽവ ഇതാ ആയി കഴിഞ്ഞു. നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിൻ്റെ കളറും അല്പം മാറിയിട്ടുണ്ട്. നമുക്ക് അല്പം സ്റ്റൗ ഒന്ന് മാറ്റാം. ഇതിനെ ഈ സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത നടപടി, ഇനി അടുത്തത് നമ്മളൊരു നെയ്യ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക. ആദ്യം കശുവണ്ടി ചേർക്കാം. കാഷ്യൂ ഒരു 10 എണ്ണം ഉണ്ട്. കശുവണ്ടിയുടെ കളറ് മാറി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചേർക്കുന്നത് റൈസിൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് മുന്തിരിങ്ങ കിസ്മിസ് എന്ന് പറയും. ഉണക്ക മുന്തിരിങ്ങ കിസ്മിസ് നമ്മൾ പറയുമല്ലോ, അതിലൊരു കൂടിയ ഇനമാണ് റൈസിൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിതിൽ ചേർക്കേണ്ടത്. ഫ്ലെയിം കൂട്ടാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ നെയ്ക്കകത്ത് വറുത്ത കശുവണ്ടി റൈസിൻസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രസൻറ്റേഷനാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഹൽവ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഹൽവ. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ അമ്പലത്തിൽ ഒക്കെ അവിടെ പ്രസാദമായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഹൽവ തന്നെയാണ്. അങ്ങനെ നമ്മുടെ റവ ഹൽവ ഇവിടെ ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റവ ഹൽവ, സൂചി ഹൽവ എന്ന് പറയുന്ന സെമോലിന തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഹൽവയുടെ റെസിപ്പി ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അടുത്ത ആപ്പിൾ ഹൽവയിലേക്ക് നീങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇതിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഐറ്റം ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഫ്രൂട്ടിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിളിനെയാണ്. അപ്പോൾ ഇത് ഏറ്റവും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആപ്പിളാണ്. 2 ആപ്പിളുണ്ട് ഇവിടെ. ഒരെണ്ണം മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കുള്ളൂ. ഒരെണ്ണം സ്ലൈസ് ചെയ്ത് നമ്മൾ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കുക. അപ്പോൾ ഇത് മാറിയിരിക്കട്ടെ. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. പിന്നെ 1/2 കപ്പ് റവയുണ്ട്, സെമോളിന. പിന്നെ ഇതാ 1 കപ്പ് പാലുണ്ട്. പിന്നെ നമ്മുടെ പിസ്ത ബ്ലാഞ്ച് ചെയ്തതാണ്. ബ്ലാഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിസ്തയ്ക്ക് പിസ്റ്റാഷ്യോ എന്നാണ് ഇപ്പോൾ പറയുക. പിന്നെ ഏലക്കാപ്പൊടിയുണ്ട്. ഇത്ര ഐറ്റമാണ് ഇതിനുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തു. നമ്മളിതിനെ ജാറിലിട്ടിട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ കളയില്ല. ആ തൊലി ഇതിന് കളർ കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഒരല്പം പാല് ചേർക്കാനുണ്ട്. പാലൊരു 1/4 കപ്പ് പാല് അതിലേക്ക് ചേർക്കുക. അപ്പം നമ്മൾ ആപ്പിള് കട്ട് ചെയ്തിട്ടു, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാല് കൂടെ ചേർത്തു. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആപ്പിളായതുകൊണ്ട് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റൗ നേരത്തെ തന്നെ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ നെയ്യൊന്നും ചേർക്കണ്ട, ജസ്റ്റ് റവ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്, ഒട്ടും നെയ്യ് ചേർക്കുന്നില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ റവ റോസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റഡ് റവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മളൊന്ന് രണ്ടാമത് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാല്, 1/2 കപ്പ് മതി. ഒരു 1/4 കപ്പ് നമ്മൾ ബാക്കി വെച്ചേക്കുക. നമ്മൾ ഈ സാഫ്രൺ, കുങ്കുമം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൽ കുങ്കുമം കൂടെ അല്പം ചേർക്കുന്നുണ്ട്. നല്ല വിലയുള്ള സാധനമാണ്. അത് ചേർക്കുമ്പോൾ പാല് ചേർക്കാനുണ്ട്. സിമ്മറിലാണ് സ്റ്റൗ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആപ്പിൾ പ്യൂരി ഇതിൽ ചേർക്കാം. നമുക്ക് നമ്മുടെ കുങ്കുമപ്പൊടി അല്പം ചേർക്കാം. കുങ്കുമപ്പൂവാണ്, കുങ്കുമം എന്നാണ് പറയുക. ഇത് ചേർത്തു. അപ്പോൾ നമ്മുടെ പാൽ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ആ ബാക്കി പാല് ഞാൻ ഇതിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ബാക്കി പാലും ചേർത്തു. നമുക്ക് ഇതിലും അല്പം നമ്മുടെ ഏലക്കാപ്പൊടി ചേർക്കേണ്ടതുണ്ട്. ഏലക്കാപ്പൊടി ചേർത്തിട്ട് വേവിക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി വരിക. പിന്നെ ഈ കുങ്കുമപ്പൂവിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പോൾ ഇതിൽ കാണിക്കുന്നതുകൊണ്ട് മാത്രം കുങ്കുമപ്പൂ ചേർത്താണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുങ്കുമപ്പൂ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു ഓപ്ഷണലാണ്. അത് കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ കുങ്കുമപ്പൂ ചേർത്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണാൻ കണ്ട, ഇതിൻ്റെ കളർ മാറിയിട്ടില്ലേ? ആ കുങ്കുമപ്പൂ ചേർത്തതുകൊണ്ടാണ് ഈ കളർ മാറിയിരിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. ആണ് ഇപ്പോൾ അത് കൺസിസ്റ്റൻസി ലൂസായിട്ടുണ്ട് നമ്മുടെ. ഇപ്പോൾ ഇളക്കുമ്പോൾ നമ്മുടെ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഹൽവ റെഡിയായി എന്നുള്ളതാണ് അർത്ഥം. ഞാൻ സിമ്മറിലിട്ടു. ഒരല്പം കൂടെ ഇളക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കുഴപ്പമില്ല, നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. നമുക്കിനി അടുത്തത് ഗാർണിഷിങ്ങിൽ ആപ്പിൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്കിതിനകത്ത് ചെയ്യണം. വളരെ തിന്നായിട്ട് അപ്പോൾ നമ്മൾ ആപ്പിൾ സ്ലൈസ് ചെയ്ത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട്. കൂടാതെ പിസ്റ്റാഷിയോ
നമ്മുടെ പിസ്തയാണ്, അതിനാണ് പിസ്താഷ്യോ എന്ന് ഇപ്പോൾ പറയും. പിസ്താഷ്യോ കൂടെ വെച്ചിട്ടുണ്ട്, ഒരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഹൽവ ഇവിടെ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നത്, അതിൻ്റെ റെസിപ്പി ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യണം. ഇനി ഇതിൻ്റെ കൂടെ ഉള്ള മറ്റേ ഒരു ഹൽവ കൂടെ ഞാൻ ഒന്നിച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ഹൽവയും ഇവിടെ ആയിരിക്കുകയാണ്. രണ്ടും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് നോർത്ത് ഇന്ത്യൻ റവ ഹൽവയാണ്, മറ്റേത് ഫ്രൂട്ട് ഹൽവയാണ്, ആപ്പിളിൻ്റെ ഹൽവയാണ് ഇരിക്കുന്നത്. നിങ്ങളിത് രണ്ടും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ വെള്ളം പാലും ഒക്കെ ഒഴിക്കുമ്പോൾ അല്പം ദൂരം മാറി നിന്നിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് തീ ചൂട് തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വളരെ ഒരു മസ്റ്റായിട്ടുള്ള ആവശ്യമാണ്. നിങ്ങൾ നമ്മൾ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് അവരോടും പറയണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇതോടുകൂടി ഇവിടെ തീരുകയാണ്. 2 ഐറ്റമാണ് നിങ്ങളെ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതോടുകൂടി നിങ്ങളോട് വിട പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.